വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പൊന്നൂസ് കണ്ണൻ വേഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇത് നമ്മുടെ കണ്ണൻകുട്ടനും പൊന്നുകുട്ടിയും ബസ്സിലാണ് ഇരിക്കുന്നത്. എവിടെയോ പോവുകയാണെന്ന് മനസ്സിലായി കാണുമല്ലോ. ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞായിരുന്നു ഞങ്ങളൊരു ട്രിപ്പ് പോകുന്നുണ്ടെന്ന്. 1 ഡേ ട്രിപ്പാണ് കേട്ടോ. ഞങ്ങൾ വാഗമണിലോട്ട് ടൂറ് പോവുകയാണ്. അപ്പോൾ വാഗമണിലോട്ട് പോകുന്നതിന് മുമ്പ് ഞങ്ങൾ 2 അമ്പലങ്ങളിൽ കയറിയായിരുന്നു കേട്ടോ. ഒരമ്പലത്തിൽ ഞാൻ പോകാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു അമ്പലമായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയും പോകുന്നുണ്ട്, പിന്നെ വേറൊരു അമ്പലത്തിലും ഉണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ രാവിലെ 5 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവിടുന്ന് യാത്ര തിരിച്ചു കേട്ടോ. ചേർത്തലയിൽ നിന്നാണ്. അപ്പോൾ ഞങ്ങളുടെ ഒരു കുടുംബ ട്രസ്റ്റ് ഉണ്ട്. ആ ട്രസ്റ്റിൻ്റെ കീഴിലാണ് ഞങ്ങൾ ഈ യാത്രയൊക്കെ പോകുന്നത് കേട്ടോ. കുടുംബ സംഗമമൊക്കെ ഞങ്ങൾ നടത്താറുണ്ട്. അപ്പോൾ അവർ ഒരുപാട് ടൂറും കാര്യങ്ങളൊക്കെ പോകാറുണ്ട്. ഇത് ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ടൂറ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലാണ് കേട്ടോ വന്നത്. ആദ്യം ഈ ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രം ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതൊരു ഫേമസ് ആയിട്ടുള്ളൊരു അമ്പലമാണ്. ഇൻസ്റ്റാഗ്രാമിലും റീൽസിലൂടെയൊക്കെ മിക്ക ആളുകളും കണ്ടിട്ടുണ്ടാവും. ഒരു ചെറിയ വെള്ളച്ചാട്ടമുള്ള അമ്പലം. നല്ല അടിപൊളി അന്തരീക്ഷമാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വരണം. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് ഈ ക്ഷേത്രത്തിലൊന്ന് വരണമെന്ന്. പിന്നെ ഇവിടെ പ്രധാന പ്രതിഷ്ഠ ശിവനും സുബ്രഹ്മണ്യ സ്വാമിയാണ് കേട്ടോ. ശിവഭഗവാനും സുബ്രഹ്മണ്യ സ്വാമിയാണ്. നല്ല മഞ്ഞൊക്കെ ഉണ്ട്, നല്ല തണുപ്പാണ്. ഒരു പ്രത്യേക അന്തരീക്ഷം തന്നെ എടുത്തു പറയണം കേട്ടോ. പിന്നെ നമ്മൾ വന്ന സമയം മഴയില്ലാത്തൊരു സമയമാണല്ലോ, ഇപ്പം മഞ്ഞാണല്ലോ അല്ലേ. അപ്പോൾ വെള്ളം കുറച്ച് കുറവാണ്. വെള്ളമുള്ള സമയത്ത് വരണം കേട്ടോ. ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ഇപ്പോൾ ചെറുതായിട്ടേ വെള്ളമുള്ളൂ. ഇത് ഇവിടെയുണ്ട്, ചെറുതായിട്ട് ഇങ്ങനെ ഒഴുകുന്നുണ്ട്. ഇതൊക്കെ മൊത്തം കവിഞ്ഞൊഴുകും കേട്ടോ. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ റീൽസ് ഒരുപാട് വരുന്നുണ്ട് ഈ ഒരു അമ്പലത്തിനെ പറ്റി. ശിവഭഗവാനാണ് കേട്ടോ പ്രധാന പ്രതിഷ്ഠ. നല്ല ഭംഗിയാട്ടോ ഭഗവാനെയും കാണാനായിട്ട്. നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ, എൻ്റെ കുറച്ച് വീഡിയോസൊക്കെ റെഗുലറായിട്ട് കാണുന്നവർക്കറിയാം. എനിക്ക് മഹാദേവൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക ഇഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഭഗവാനാണ് പ്രതിഷ്ഠ. അതും ഒരു പ്രത്യേക ഭംഗി തന്നെ. പിന്നെ ഇത്രയും ഭാഗത്തെ ഞങ്ങൾ ചെന്നപ്പോൾ വെള്ളം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അപ്പുറത്തൊരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്, അതുവഴിയേ നമുക്ക് കാണാം കേട്ടോ. അങ്ങനെ അകത്തൊക്കെ കയറി തൊഴുതു. നന്നായിട്ട് പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും പുറത്തിറങ്ങി കേട്ടോ. അകത്തെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അതിനുശേഷം പുറത്തിറങ്ങിക്കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. ആ ഒരു വെള്ളത്തിൽ സമയം ഒരു 6:30-7 മണി സമയം ആയിട്ടുള്ളൂ കേട്ടോ. നല്ല തണുപ്പായിരുന്നു കേട്ടോ. വെള്ളത്തിന് നല്ല അടിപൊളി തണുപ്പുണ്ടായിരുന്നു. നല്ല സുഖമുണ്ടായിരുന്നു കേട്ടോ വെള്ളത്തിൽ ചവിട്ടിയപ്പോഴത്തേക്കും. പിന്നെ തണുപ്പ് പ്രത്യേകിച്ച് പറയണ്ടല്ലോ, ആ ഒരു മഞ്ഞിൻ്റെയൊക്കെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇച്ചിരി ഇതായെന്ന് തോന്നുന്നു. കുറച്ച് നേരം അവിടെ എന്തായാലും വെള്ളത്തിലൊക്കെ, കുഞ്ഞുങ്ങൾക്കൊക്കെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ വിടുമോ അല്ലേ. ഞാനങ്ങനെ കുളത്തിലും കാര്യത്തിലൊന്നും ഇറങ്ങത്തില്ല കേട്ടോ. എനിക്ക് അത്യാവശ്യം പേടിയുള്ള ആളാണ് വെള്ളം. പക്ഷേ ഇത് കുറച്ച് വെള്ളമേ ഉള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. കൂടുതൽ വെള്ളമായിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരി പെട്ടേനെ അങ്ങോട്ട് നീങ്ങാൻ. എനിക്ക് വെള്ളം, ഇതുപോലുള്ള കുളം, വെള്ളച്ചാട്ടം അതൊക്കെ എനിക്ക് പേടിയാണ്. പൊന്നുകുട്ടിക്കും പേടിയാണോ എനിക്കറിയില്ല. കാരണം അവൾ ഇവിടെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തോട്ടെ. ഈ കാണുന്ന ഭാഗത്തൊക്കെ വെള്ളം വരും കേട്ടോ. ഇപ്പം വെള്ളം പറ്റിയിരിക്കുകയാണ്, മഴയല്ലല്ലോ. അതുകൊണ്ട് ഇപ്പോൾ ഈ പൊന്നുകുട്ടി നിൽക്കുന്ന ആ ഈ വരമ്പിനപ്പുറം വരെയും വെള്ളം കാണും. നമ്മുടെ യൂട്യൂബിൽ തന്നെ അഴീക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം ഒന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും കേട്ടോ. യൂട്യൂബിൽ തന്നെ ഒരുപാട് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇനി പോകുമ്പോൾ വെള്ളമുള്ളൊരു സമയത്ത് പോകണം. ഒരുപാട് ആഗ്രഹിച്ചാണ് കേട്ടോ. ഒരുപാട് ആളുകൾ സ്റ്റാറ്റസായിട്ടും ഇൻസ്റ്റയിലും ഒക്കെ വീഡിയോ ഇടുന്ന കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഒന്ന് ഇവിടെ വരണമെന്ന്. ഇതാണ് കേട്ടോ ആ വെള്ളച്ചാട്ടം. എന്ത് ഭംഗിയല്ലേ കാണാൻ. ഇത് നല്ലപോലെ വെള്ളം വരുമ്പോൾ ഇതിലും മനോഹരമായിരിക്കത്തില്ലേ. നല്ല വെള്ളത്തിൻ്റെ എരമ്പൽ നിങ്ങൾക്ക് കേൾക്കാമോ? കുറച്ച് ഭാഗത്തൊക്കെ ആ വെള്ളത്തിൻ്റെ എരമ്പൽ ഞാൻ കേൾപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പിള്ളേരുടെയൊക്കെ സൗണ്ടും കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ ഒരുപാട് കാണിക്കാത്തത്. നമ്മുടെ പൊന്നുകുട്ടി പോയി അവിടെ പോയി നിൽപ്പുണ്ട്. ഞാൻ കിടന്ന് ബായ് ഇങ്ങോട്ട് മതിയെന്നും പറഞ്ഞു കേട്ടോ. കണ്ണൻകുട്ടനാണെങ്കിൽ ഇവിടെ വിഷമിച്ച് നിൽക്കുക, വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റാതെ. എന്നെ ഒന്ന് ഇറക്കി വിടുമോ അമ്മയെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷെ ഡ്രസ്സൊക്കെ നനഞ്ഞാൽ പിന്നെ പണിയാകത്തില്ലേ, നമുക്ക് ഇനിയും പോകേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാനൊന്ന് സമാധാനിപ്പിച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് നേരം അവിടെയൊക്കെ സ്പെൻഡ്
ചെയ്ത് കേട്ടോ. എനിക്കറിയില്ല, എനിക്ക് അങ്ങോട്ട് ഇറങ്ങി പോകണമെന്നുമുണ്ട്, പക്ഷേ എൻ്റെ മനസ്സിലൊരു പേടിയുമാണ് കേട്ടോ. എനിക്ക് വെള്ളം ഭയങ്കര പേടിയാണ്, ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്ത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. എൻ്റെ വാക്കുകൾ കൊണ്ട് പറഞ്ഞാൽ ശരിയാകത്തില്ല, നിങ്ങൾ പോയി കാണേണ്ട ഒരു അമ്പലം തന്നെയാണ് കേട്ടോ. കഴിവതും വെള്ളമുള്ള സമയത്ത് തന്നെ പോകണം, അപ്പോഴായിരിക്കും ഇതിലും ഭംഗി കാണാനായിട്ട്. അങ്ങനെ അവിടുന്ന് തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഇനി അടുത്തത് വേറൊരു അമ്പലത്തിലോട്ടാണ് കേട്ടോ, നമ്മുടെ ഏറ്റുമാനൂർ അമ്പലത്തിലോട്ടാണ് കേട്ടോ ഇനി പോകുന്നത്. ഇവിടുന്ന് പോരാൻ തന്നെ തോന്നുന്നില്ല കേട്ടോ, അത്ര ഭംഗിയാണ് കേട്ടോ ആ അമ്പലവും പരിസരവും എല്ലാം. അതിനുശേഷം ഞങ്ങൾ ഏറ്റുമാനൂർ അമ്പലത്തിലെത്തി. ഏറ്റുമാനൂർ അമ്പലത്തിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ, അത്യാവശ്യം നല്ല തിരക്ക്. ഞായറാഴ്ചയും ഹോളിഡേ ഒക്കെ അല്ലേ, അതുകൊണ്ടായിരിക്കും നല്ല തിരക്കുണ്ടായിരുന്നു. എങ്കിലും ഭഗവാനെ നന്നായിട്ട് തൊഴാനൊക്കെ സാധിച്ചു. ഇവിടെ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ വന്നിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഒരു പിറന്നാളിന് ഞാൻ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും വേണ്ട, എനിക്ക് ഏറ്റുമാനൂരപ്പനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞായിരുന്നു കേട്ടോ. അവിടെയും മഹാദേവനല്ലേ, അപ്പോൾ അങ്ങനെ ഒരു പ്രാവശ്യം എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത്തെ തവണയാണ് കേട്ടോ. ഈ ഏറ്റുമാനൂർ അമ്പലമൊക്കെ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. വൈക്കം ശിവക്ഷേത്രം, പിന്നെ നമ്മുടെ ഏറ്റുമാനൂർ, അങ്ങനെ കുറച്ച് അമ്പലങ്ങളുണ്ടല്ലോ. എനിക്ക് ഈ അമ്പലങ്ങളൊക്കെ ഒരു പ്രത്യേക ഇഷ്ടമാണ് കേട്ടോ. ഞാൻ എപ്പോഴും യൂട്യൂബിലാണെങ്കിലും ഒക്കെ ഈ അമ്പലങ്ങളുടെയൊക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കും കേട്ടോ. എനിക്ക് ഒരുപാട് പോകാൻ ആഗ്രഹമുള്ള ക്ഷേത്രങ്ങളിൽ ചിലതൊക്കെ ആട്ടോ ഇത്. പക്ഷേ ഏറ്റുമാനൂർ ഇപ്പോൾ രണ്ടാമത്തെ തവണ ഇനിയും വരണം ഒരു പ്രാവശ്യം എന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രമുണ്ട് കേട്ടോ. ഈ അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് തന്നെയാണ് കേട്ടോ. അങ്ങനെ അവിടെയും തൊഴുത് ഭഗവാനെയൊക്കെ നന്നായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും നല്ല അടിപൊളിയായിട്ട് പ്രാർത്ഥിച്ചു കേട്ടോ. നന്നായിട്ട് കാണാൻ സാധിച്ചു. തന്നെയും പിന്നെയൊക്കെ ഭഗവാനെ കയറി കണ്ടു കേട്ടോ. നന്നായിട്ട് തൊഴാനൊക്കെ സാധിച്ച് അവിടുന്ന് ഞങ്ങൾ ഇറങ്ങാണ് കേട്ടോ. ഇനിയുള്ള യാത്രകളൊക്കെ എന്താ പറയുന്ന പതുക്കെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതായിരിക്കും. ഏറ്റുമാനൂർ അമ്പലം അതുവരെ ഇപ്പം നമ്മൾ 2 അമ്പലങ്ങളിൽ പോയ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ടൂറിൻ്റെത് വേറെ. ഇത് കുറേ ഭഗവാന്മാരുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്നൊരു ഭഗവാനെയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നമ്മുടെ കൂടെ വന്നൊരു ബ്രദറിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാട്ടോ ചെന്നത്. അവിടെ ചെന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. ഇഡ്ഡലിയൊക്കെ ആയിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ ഇറങ്ങും കേട്ടോ. ഇവിടുന്ന് ഞങ്ങളിനി നേരെ വാഗമണിലോട്ടാണ്. അപ്പോൾ ആ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.